സൗദി അറേബ്യയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ചാനലിന് അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ്. ഇറാൻ സന്ദർശനത്തോടനുബന്ധിച്ചാണ് സൗദിക്കെതിരെ വ്യക്തിപരമായിരിക്കുന്ന ചില നിലപാടുകൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. കഴിഞ്ഞ 75 വർഷമായിട്ടും അവർ തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധങ്ങളുമാണ്. അത് ആയുധ ഇടപാടിലും കയറ്റുമതി ഇറക്കുമതി ഇടപാടിലും സാമ്പത്തിക ഇടപാടിലും വ്യാവസായിക ഇടപാടിലൊക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾ പല ഘട്ടങ്ങളിലും സൗദി അറേബ്യ പരിഗണിച്ചിട്ടുണ്ട്. തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി സന്ദർശിച്ച രാജ്യവും സൗദി അറേബ്യയാണ് എന്നൊരു പ്രത്യേകത ഉണ്ട്. വ്യാവസായിക കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും സാധാരണഗതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരത്തിലേറുന്നതിനോടനുബന്ധിച്ച് സന്ദർശിക്കാറുള്ളത് ഒന്നുകിൽ യൂറോപ്യൻ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ, അങ്ങനെ പോകുന്നു. അതല്ലാത്ത രീതിയിൽ ഒരു മുസ്ലിം രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തുന്നത് വളരെ അപൂർവമാണ്, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ, അല്ലെങ്കിൽ 3 യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന് യമൻ അമേരിക്കൻ യുദ്ധം, രണ്ടാമത്തെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം, മൂന്നാമത്തെ റഷ്യൻ ഉക്രൈൻ യുദ്ധം. ഈ 3 യുദ്ധത്തിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. യമനെ സംബന്ധിച്ചിടത്തോളം ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒറ്റക്കാണ്. മറ്റുള്ളിടത്തൊക്കെ ഇസ്രായേലിനെ സഹായിക്കുന്നു, മറ്റ് ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനെ സഹായിക്കുന്നു. ഈ രീതിയിൽ ഏത് രീതി നോക്കുകയാണെങ്കിലും അതിൽ അമേരിക്കക്ക് കൃത്യമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട്. എന്നാൽ ഈ 3 യുദ്ധത്തിലും എതിർപക്ഷത്ത് ഇറാനുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആശയയുദ്ധം നടക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണ്. റഷ്യയെ ഇറാൻ സഹായിക്കുന്നു, ഫലസ്തീനെ ഇറാൻ സഹായിക്കുന്നു, യമനെ ഇറാൻ സഹായിക്കുന്നു. അങ്ങനെ ഇറാൻ എന്ന് പറയുന്ന ആ സംഘശക്തിയെ, ആ ബലത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കണിഞ്ഞ പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും സാധിക്കുന്നില്ല. അത് 3 വർഷത്തിലധികമായി ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു, സാധിക്കുന്നില്ല. അവിടെ 1.5 വർഷത്തോളമായി പലസ്തീൻ ഇസ്രായേൽ തമ്മിൽ യുദ്ധം നടക്കുന്നു, സാധിക്കുന്നില്ല. അവിടെ 1 വർഷത്തോളമായി ഏറെക്കുറെ യമനും അമേരിക്കയും തമ്മിൽ ചെങ്കടലുമായി കേന്ദ്രീകരിച്ച് യുദ്ധം നടക്കുന്നു. അവിടെ വിജയം എന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. താൽക്കാലികപരമായിരിക്കുന്ന കുറേ മുന്നേറ്റങ്ങളും കുറേ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില മേഖലയൊക്കെ തകർത്തായിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നല്ലാതെ യുദ്ധവിജയം എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുപക്ഷത്തിനെ പരാജയപ്പെടുത്തി ആധിപത്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴും ഈ 3 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇറാൻ എന്ന് പറയുന്നത് മുഖ്യ ശത്രുവാണ്. അതിന്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥർ മുഖാന്തരം ചില ചർച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒമാനിൽ 1 കഴിഞ്ഞു, രണ്ടാമത്തെ ഇറ്റലി കഴിഞ്ഞു, തൊട്ടടുത്തത് ഒമാനിലേക്ക് തന്നെ 3ാം ഘട്ട ചർച്ചയൊക്കെ ആരംഭിച്ചിരിക്കുന്നു. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള അമേരിക്കയുടെ തന്നെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യ ശത്രുവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധം നടത്തി ഞെക്കി പീഞ്ഞിട്ടാണ് ഇറാനെ ഇട്ടത് എന്ന് പല ഘട്ടങ്ങളിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയുമുള്ള മിസൈൽ നിർമ്മിതമായിരിക്കുന്ന രാജ്യമായിട്ട് ഇറാൻ മാറി എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ഈ അവരുടെ സാമ്പത്തിക ഉപരോധം ഏശിയിട്ടില്ല എന്ന് മാത്രമല്ല, സാമ്പത്തിക ഉപരോധം ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിരിക്കുന്ന ബലമുണ്ടാക്കാൻ വലിയ രീതിയിലുള്ള സഹായം നൽകി എന്ന് വിശ്വസിക്കുന്നവരാണ് ഇറാന്റെ ജനതയും ലോക ജനതയും. ഏറെക്കുറെ അങ്ങനെയാണ്. ഇനി സൗദി അറേബ്യയിലേക്ക് വരുന്ന സമയം സൗദി അറേബ്യ അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദമാണ്, വലിയ ബന്ധങ്ങളാണ്. മിഡിൽ ഈസ്റ്റുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സൗദി അറേബ്യ വലിയ പങ്കാളിത്തം വഹിക്കുന്നു. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടത് എന്ന് ഒടുവിൽ സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ അബ്രഹാം കരാർ വ്യവസ്ഥയുമായിട്ട് ഒപ്പിട്ടത് സൗദി അറേബ്യയാണ്. അതിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അമേരിക്കയെ പിണക്കണ്ട എന്ന് കരുതിയിട്ടാണ് തങ്ങൾ അത് ചെയ്തത് എന്ന് സൗദി അറേബ്യ തന്നെ പറഞ്ഞു. അപ്പോൾ സൗദി അറേബ്യയായിട്ട് നല്ല ബന്ധമാണ്. അവർക്ക് ഏത് വിധത്തിലുള്ള സുരക്ഷയും സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അമേരിക്ക എല്ലാ കാലത്തും തയ്യാറായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി ഇറാഖിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി സൗദി അറേബ്യയുടെ ഭൂമിയൊക്കെ വിട്ടുകൊടുത്ത കാര്യമൊക്കെ നമുക്കറിയാം. അവരുടെ ബന്ധങ്ങളാണ് ഞാൻ പറയുന്നത്.
എന്നാൽ ഇറാനുമായിട്ട് വലിയ അകൽച്ച സൗദി അറേബ്യക്ക് ഉണ്ടായിരുന്നു. അവർ മാനസികപരമായ അകൽച്ച ഉണ്ടായിരുന്നു, ആശയപരമായിരിക്കുന്ന അകൽച്ച ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ഘട്ടത്തിലൊക്കെ പല ഘട്ടത്തിലും എത്തിയിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറാന്റെ പ്രോക്സി വിഭാഗമായിരിക്കുന്ന ഹൂത്തികളാണ് യമന്റെ അതിർത്തിയിൽ നിന്ന് ഈ സൗദി അറേബ്യ ആക്രമിച്ചത്. അങ്ങനെ അവർ തമ്മിലൊക്കെ ഏകദേശം ഒരു പതിറ്റാണ്ടോളം 15 വർഷം എന്നൊക്കെ പറയുന്നത് അത്ര കാലഘട്ടത്തിലൊക്കെ വലിയ യുദ്ധം നടത്തിയതാണ്. ആ യുദ്ധത്തോടനുബന്ധിച്ച് അവർ ഒന്നിച്ചു, ചൈനയുടെ മധ്യസ്ഥതയിൽ ഒന്നിച്ചതോടു കൂടിയാണ് ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കക്കുണ്ടാകുന്നത്. അവർ ഒന്നിക്കാൻ പാടില്ല, വേർതിരിഞ്ഞ് നിൽക്കണം. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാലത്തും ഇറാന് ആധിപത്യമോ സ്വതന്ത്രപരമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാനുള്ള അവകാശമോ ഉണ്ടാവാത്ത വിധം ഇറാനെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. പല ഘട്ടങ്ങളിലും അതിൽ അമേരിക്ക വിജയിച്ചിട്ടുണ്ട്. കാരണം സൗദി അറേബ്യയും തമ്മിൽ നല്ല ബന്ധം അല്ലാത്തത് കൊണ്ട് UAE ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവില്ല. തുടർന്നുള്ള ഏകദേശം ഈ പറയപ്പെട്ട 6 രാജ്യങ്ങളിൽ പരമാവധി രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഈ സൗദി അറേബ്യയുടെ നയ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിക്കുന്നു, ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ട് ചർച്ച നടത്തുന്നു. അതിനുശേഷം അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തും. ഇതൊരു 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സൗദിയുടെ പ്രതിനിധി ഇറാനിലെത്തുന്നത്. ഇങ്ങനെ വന്നതോടുകൂടി അമേരിക്കക്ക് അത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടായി. അതിൻ്റെ കാര്യം, ആണവായുധ രാജ്യങ്ങളെ മാത്രമേ മറ്റു രാജ്യങ്ങൾ പേടിക്കുന്നുള്ളൂ. അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്കക്ക് താല്പര്യം. യമന്റെ കയ്യിൽ ആണവായുധം ഇല്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതാണ്. ഇപ്പം ലെബനാൻ, സിറിയ, ഇതിലൊക്കെ നിരന്തരം ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവിടേക്ക് എന്താ, ആണവായുധ സംവിധാനം അവരുടെ കൈവശത്തില്ലാത്തത് കൊണ്ട് നിരന്തരം ആക്രമിക്കാൻ അവർക്ക് താല്പര്യമാണ്. ഇറാനിലേക്ക് അങ്ങനെ ഒരു ആക്രമണം പോകുന്നില്ല. അതിൻ്റെ കാര്യം എന്താ, അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. അത് ആണവായുധം കൊണ്ട് വേണ്ടി വന്നാൽ അവർ അത് പ്രയോഗിക്കാൻ വേണ്ടി ധൈര്യമുള്ളവരാണ് എന്നുള്ള കൃത്യമായിരിക്കുന്ന ബോധ്യം അമേരിക്കക്കുണ്ട്, ഇസ്രായേലിനുമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിഷയം മുൻപ് കാലത്ത് തന്നെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സമാധാനപരമായിരിക്കുന്ന ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ അനുമതി നൽകണം എന്ന കാര്യം അമേരിക്കയോട് തന്നെയാണ് പറഞ്ഞത്. ജോർജ് ബുഷ് സീനിയർ ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും, ജൂനിയർ ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും, ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും, ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും, മുൻപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും കൃത്യമായ രീതിയിൽ ഇത് പറഞ്ഞിട്ട് അതെല്ലാം അവർ നിഷേധിച്ചതാണ്. അത് അമേരിക്കയുടെ താല്പര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞു. UN സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം വന്നു. UAE ആണ് ആ പ്രമേയം കൊണ്ടുവന്നത് എന്നാണ് തോന്നുന്നത്. ആ പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി. അപ്പോൾ ഒരു കാലത്തും അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇത് കിട്ടില്ലെന്ന് സൗദി അറേബ്യക്ക് ബോധ്യമായപ്പോൾ പിന്നീട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആണവായുധം നിർബന്ധമാണ് എന്ന നിലപാടിനോട് ചേർന്നിട്ടാണ് ഇറാനുമായിട്ട് അടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇറാനുവേണ്ടി അടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അമേരിക്കയുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെയും അമേരിക്കയോട് ഈ കാര്യങ്ങൾ പറയാതെയുമാണ് അവിടെ എത്തിയത്. അവിടെ എത്തി ചിത്രങ്ങൾ പുറത്തു വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ച വിവരം തന്നെ അറിയുന്നത്. അതോടനുബന്ധിച്ചുള്ള പത്രക്കാരുടെ ചോദ്യത്തിനാണ് സൗദിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന പരാമർശം നടത്തിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം സൗദി അറേബ്യയുടെ നിലപാട് അമേരിക്കയുടെ നിലപാടിനോടൊപ്പമാണ്. അൽഖ്വയ്ദ ഇല്ലാതാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അൽഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടന ഉണ്ടാക്കിയ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച രാജ്യം സൗദി അറേബ്യയാണ്. പല ഘട്ടങ്ങളിലും പല മേഖലകളിലും ഈ അൽഖ്വയ്ദ ബോംബ് സ്ഫോടനം നടത്തുകയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ചാണ് പിന്നീട് എന്നുണ്ടായ അമേരിക്കയിൽ വിമാന ആക്രമണം നടത്തിയതോടുകൂടി പെൻറ്റഗൺ തകർന്നു. ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ഇതിനോടനുബന്ധിച്ച് അന്നത്തെ ജോർജ് ബുഷ് 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. ആദ്യത്തെ ലിസ്റ്റിൽ സൗദി അറേബ്യയുടെ പേരുണ്ടായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നീട് അത് വൈകാരികപരമായിരിക്കുന്ന വിഷയമായിട്ട് മാറുകയും അതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ തരണമെന്ന് സൗദി അറേബ്യ കണിശമായ രീതിയിൽ അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് അമേരിക്ക പറയുന്ന മറുപടി, ഏറ്റവും കൂടുതൽ ഈ പെൻറ്റഗൺ അക്രമവുമായിട്ട് പിടിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രതികളുള്ളത് സൗദി പൗരന്മാരാണ്. അവർ ക്വാണ്ടനാമോ ജയിലിൽ അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തിയതിൽ അതിൽ 65 മുതൽ 70% വരെ സൗദി പൗരന്മാരാണ്. അതുകൊണ്ടാണ് തങ്ങൾ സൗദിയെ അങ്ങനെ പരാമർശിച്ചത് എന്നുള്ള ഒരു രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ശക്തമായിരിക്കുന്ന എതിർപ്പ് സൗദിയുടെ ഭാഗത്തുണ്ടായപ്പോൾ
സൗദിയുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കൽ അവർക്ക് നിർബന്ധമായി വന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും അംഗീകാര നഷ്ടവും ഉണ്ടാവും എന്നവർക്ക് ബോധ്യപ്പെട്ടു. കാരണം സൗദി അറേബ്യയുടെ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ശക്തി കൃത്യമായി അമേരിക്കക്ക് അറിയാമെന്നതിനാൽ അവരുമായിട്ട് ഉടക്കുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് സൗദി അറേബ്യയുടെ പേര് പോയത്. സൗദി അറേബ്യയുടെ അല്ലാത്ത മറ്റ് 10 രാജ്യങ്ങളുടെ ലിസ്റ്റ് വന്നു. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ആ രാജ്യത്തൊക്കെ നടന്നിരിക്കുന്ന സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പല കുറി സംസാരിച്ചതാണ്. അതേക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മുടെ ഇത് ചാനൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതല്ല പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അത്ര വലിയ അംഗീകാരം സൗഹൃദം കൊടുത്തിരിക്കുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ശത്രുവായിരിക്കുന്ന ഇറാന്റെ രാജ്യത്തേക്ക് പ്രവേശിച്ചത് അമേരിക്കക്ക് തീരെ തൃപ്തികരമല്ല. അതിന് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങളുള്ളത്, അത് ഔദ്യോഗികമായിട്ട് വരുന്ന പരാമർശങ്ങൾ മറുപടികളൊന്നുമല്ല, ചില പരാമർശങ്ങൾ അങ്ങനെ ഓടിച്ചു പോകാറുണ്ട്. പ്രാദേശികപരമായിട്ട് ചില റിപ്പോർട്ടുകൾ, സൗദി പത്രമല്ലാത്ത ചില പ്രാദേശിക റിപ്പോർട്ട്, അംബാവത്തൻ പോലെയുള്ള കുവൈത്തിൽ നിന്ന് ഇറങ്ങുന്ന പത്രത്തിലൊക്കെ അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആണവായുധ സംവിധാനത്തിന് വേണ്ടി പല ഘട്ടങ്ങളിലും തങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടും അവരത് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ധിക്കാരപരമായിരിക്കുന്ന മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യ ഇറാൻ ആണവായുധത്തിൻ്റെ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇറാനുമായിട്ട് സഹകരിച്ചാൽ അവരിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നൊരു പരാമർശം കാണുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെതായിരിക്കുന്ന നിലപാടുകളും ട്രംപിൻ്റെതായിരിക്കുന്ന സ്വഭാവ രീതികളും ഉറക്കെ തന്നെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സൗദി അറേബ്യയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്.